വളരെ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട്. തീർച്ചയായിട്ടും വയനാട്ടിൽ കടക്കും. അപ്പോൾ രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അരയും തലയും മുറുക്കി രംഗം കൊഴുപ്പിക്കുകയാണ് വയനാട്ടിൽ മുന്നണികൾ. വിജയകുമാർ, ഈ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ സ്ഥിരമായിട്ടില്ലെങ്കിൽ പോലും അവിടെ പ്രവർത്തകരുടെ പ്രചാരണം സജീവമാണെന്നാണ് നമ്മുടെ അവിടുത്തെ ബ്യൂറോ റിപ്പോർട്ടിൽ പറയുന്നത്. LDF സ്ഥാനാർത്ഥി ആനി രാജ ആദ്യഘട്ടം മുതൽ തന്നെ അവർ മണ്ഡലത്തിലുണ്ട്, നിറഞ്ഞു നിൽക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കെ സുരേന്ദ്രനും മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. താമരശ്ശേരി നാടുകാണി ചുരങ്ങൾക്ക് മുകളിലും താഴെയും രണ്ട് കാലാവസ്ഥകളിലാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഇപ്പോഴത്തെ പ്രചാരണമെന്നാണ് വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ചുരം കയറിയാൽ 3 നിയോജക മണ്ഡലങ്ങൾ: കൽപ്പറ്റയും ബത്തേരിയും മാനന്തവാടിയും. താമരശ്ശേരി ചുരത്തിന് താഴെ തിരുവമ്പാടി, നാടുകാണിക്ക് താഴെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്. പൊള്ളുന്ന ചൂടാണ് ചുരത്തിന് താഴെ. താരതമ്യം ചെയ്യുമ്പോൾ ചൂടൽപ്പം മാത്രമാണ് കുറവ് ചുരത്തിന് മുകളിൽ. സ്ഥാനാർത്ഥികളും മുന്നണികളും വിയർക്കുന്നുണ്ട് വയനാട്ടിൽ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള സാന്നിധ്യം ഇല്ലെങ്കിലും പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തിലാണ്. പൊള്ളുന്ന ചൂടിലും നേതാക്കൾ നേരിട്ടെത്തി വീടുകൾ കയറിയിറങ്ങുന്നു. CSR ഫണ്ടുകൾ യഥേഷ്ടം ലഭ്യമാക്കിയ ഒരു MP-യാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെന്റ്, വികസന മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആ വലിയ മനുഷ്യന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ചൂട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, വെയിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, പുലർച്ചെയുണ്ടാകുന്ന കോട ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമാണുള്ളത്: രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ വയനാട് മണ്ഡലത്തിലുണ്ട് LDF സ്ഥാനാർത്ഥി ആനി രാജ. അവസാന ലാപ്പിലും ആത്മവിശ്വാസമേറെയുണ്ട്. വയനാടൻ ചരിത്രം മാറുമെന്ന് ആനി രാജയും ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. പൊള്ളുന്ന ചൂടിലും വാടാതെ തുടരുന്നുണ്ട് സ്ഥാനാർത്ഥി. അല്ല, ഞാൻ ഡൽഹിയിലാണ്. ഇപ്പം എൻ്റെ ഒരു ധാരണ എനിക്ക് അധികം ആരോഗ്യമില്ലെന്നാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണെന്നുള്ള മനസ്സിലാക്കി തന്ന ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ ടെറേനുമാണ്. ചൂടൊരു വിഷയമില്ല. അതിനേക്കാൾ വലിയ നെരിപ്പോടിലാണ് ഈ രാജ്യം. ഫാസിസ്റ്റുകൾ എന്ന നെരിപ്പോടിലാണ് ഈ രാജ്യം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ വലിയതല്ല ഈ ചൂട്. താമരശോഭയോടെയാണ് കെ സുരേന്ദ്രന്റെ വയനാട്ടിലെ മത്സര സാന്നിധ്യം. വോട്ട് കണക്കുകളിൽ കാര്യമില്ലെന്നും ഇക്കുറി വിധി മാറുമെന്നും കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥി. പൊള്ളുന്ന ചൂടിലെ പ്രചാരണം സ്ഥാനാർത്ഥിക്കൊരു പ്രശ്നമേയല്ല. ചൂട് അതിശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയനാടും എല്ലാ ജില്ല പോലെയായി. ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരൊക്കെ പോലെ തന്നെയായി വയനാടും. വയനാടിൻ്റെ പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് വയനാടിനെ വല്ലാതെ കരിച്ചു കളഞ്ഞിരിക്കുക. പിന്നെ തീർച്ചയായിട്ടും അതിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാൻ. കാരണം വയനാടിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ കഠിനമായ പരിശ്രമം ആവശ്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് UDF വ്യക്തമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകൾക്ക് അട്ടിമറികളുടെ ചരിത്രം കൂടിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇടതുമുന്നണി. ഏറെ പ്രതീക്ഷയോടെയാണ് NDAയും കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എനിക്ക് തോന്നുന്നത് വിജയകുമാർ, ഈ രാഹുൽ ഗാന്ധി കൂടി വയനാട്ടിൽ നേരിട്ട് വന്നിറങ്ങി കഴിയുമ്പോഴേ കളം കുറച്ചുകൂടെ കടുക്കും. അടുത്ത പോരാട്ടവും രാജ്യമാകെ ശ്രദ്ധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആ മണ്ഡലം. എനിക്ക് തോന്നുന്നു ഈ വയനാട് എന്ന് പറഞ്ഞൊരു മണ്ഡലം ലോക ശ്രദ്ധ ആകർഷിക്കാൻ ഒരു കാരണമായി അല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കനത്ത പോരാട്ടം നടക്കുന്നതിനിടയിൽ കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് പിന്നാലെ കൊടുക്കാം. ഉറപ്പായും.